കൃഷ്ണൻ്റെ കയ്യിൽ ഈ ഓടക്കുഴൽ എങ്ങനെയാണ് വന്നതെന്നറിയോ? അതിൻ്റെ പിന്നിലെ കഥ ദേ ഇങ്ങനെയാണ്. കുട്ടിക്കാലത്ത് കൃഷ്ണനെ വധിക്കാൻ പല രൂപത്തിലും ഭാവത്തിലും രാക്ഷസിമാരും രാക്ഷസന്മാരും ഒക്കെ വന്ന കഥകളൊക്കെ നമുക്കറിയാവുന്നതല്ലേ കേട്ട്. അങ്ങനെ പേടിച്ചിട്ട് യശോദയും നന്ദഗോപരും അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റി. വൃന്ദാവനത്തിലെത്തിയ കൃഷ്ണനും ബലരാമനും ഗോപികമാരും എല്ലാവരും കൂടെ നാട് കാണാനായിട്ട് ഇറങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് എവിടെ നിന്നോ ഒരു മധുരമായ നാദം കാറ്റിൽ ഇങ്ങനെ ഒഴുകിയെത്തിയത്. കൃഷ്ണന് വല്ലാത്ത കൗതുകം തോന്നി. ഇത്രയും മനോഹരമായ നാദം എവിടെ നിന്നാണ് എങ്ങനെയാണ് വരുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് ആ ശബ്ദം കേട്ട ദിശയിലേക്ക് പോയി നോക്കി. അങ്ങനെ മരച്ചുവട്ടിലിരുന്ന് ഓടക്കുഴൽ വായിക്കുന്ന ഒരു വേടബാലനെ കൃഷ്ണൻ കണ്ടു. അവൻ്റെ തോളിൽ കൈവച്ചിട്ട് കൃഷ്ണൻ ചോദിച്ചു, ഇതുപോലൊരെണ്ണം എനിക്കും ഉണ്ടാക്കി തരാമോ? പകരം ഞാൻ പാലും തൈരും വെണ്ണയും ഒക്കെ തരാം. അതിനെന്താ, ഇത് തന്നെ എടുത്തോളൂ, ഞാൻ മറ്റൊന്നുണ്ടാക്കിക്കൊള്ളാം. പകരം എനിക്കൊന്നും വേണ്ട. പക്ഷേ ഉണ്ണി ഇനി എന്നാ കാണുന്നത് എന്നവൻ ചോദിച്ചു. പുഞ്ചിരിയോട് കൂടി കൃഷ്ണൻ പറഞ്ഞു, തീർച്ചയായിട്ടും കാണും, ഒരിക്കൽ കൂടി. പക്ഷെ ഇപ്പോഴല്ല, ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. വേടബാലൻ നടന്നു പറഞ്ഞു. ബലരാമൻ സംശയത്തോടു കൂടി കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, ഒരിക്കൽ കൂടി കാണുമെന്ന് ആ വേടചക്കനോട് നീ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഒളിയം പെയ്ത് വധിച്ച ബാലിയുടെ പുനർജന്മമാണ് ഈ വേടബാലൻ. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ബലരാമനോട് പറഞ്ഞു. സ്വയം അറിയാതെയാണെങ്കിലും കൃഷ്ണൻ്റെ ജീവിതാവസാന കാലത്ത് ഒളിയം പെയ്യാൻ വിധിക്കപ്പെട്ടത് ഇവനാണ് എന്ന് ബലരാമന് ഉപദേശിച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ കൃഷ്ണൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഓടക്കുഴൽ കിട്ടിയെന്ന്? ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ആരെയും മാറ്റി നിർത്താതെ പ്രകൃതിയുടെ ഒരു വിധി നിർണയം ഉണ്ട്. അതിനെയാണ് നമ്മളെല്ലാവരും കർമ്മം, കർമ്മഫലം എന്നൊക്കെ വിളിച്ചിരുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ അതിന് കാർമ എന്ന് വിളിച്ചു. കാരണം എന്താണ്? വെസ്റ്റേണേഴ്സ് മിസ്പ്രൊനൗൺസ് ചെയ്ത് കാർമ എന്ന് വിളിച്ചു. നമ്മൾ അവരുടെ പുറകെ കാർമ എന്ന് പറഞ്ഞ് പോവുകയാണ്. എന്തൊരു ഐറണിയാണല്ലേ, എന്തൊരു വിരോധാഭാസമാണ്. കർമ്മം എന്ന് പറയുന്നത് നല്ല ശുദ്ധമായ സംസ്കൃത വാക്കാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഏതായാലും നമ്മൾ ഓരോരുത്തർക്കും ഇതേപോലെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഐസക് ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷനിലും ഇത് തന്നെയല്ലേ പറയുന്നത്, എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതാണ് നമ്മളുടെ ഒരു വിശ്വാസം, സനാതനധർമ്മത്തിൻ്റെ ഒരു വിശ്വാസമാണത്. അത് ആരോടാണെങ്കിലും, അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ഇൻലോസിനോടാണെങ്കിലും ഈവൻ പ്രകൃതിയോടാണെങ്കിൽ പോലും. വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് നമ്മൾ മലയാളികൾ പറയത്തില്ലേ, അതും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്.